എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് ഓച്ചിറയിലാണ്. ഓച്ചിറ വൃശ്ചികോത്സവം നടക്കുകയാണ്. അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഓച്ചിറയുടെ കവാടം LED ലൈറ്റ്സൊക്കെ ഉപയോഗിച്ച് നല്ലപോലെ അലങ്കരിച്ചിട്ടുണ്ട്. രണ്ട് ഗോപുരങ്ങളും രണ്ട് രീതിയിലാണ് അലങ്കരിച്ചിരിക്കുന്നത്. ഒരു ഗോപുരത്തിൽ ശിവൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും ഒക്കെ ഫോട്ടോ LED വാളി വരുന്നുണ്ട്. പിന്നെ നമ്മൾ അകത്തോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്ക് ഓച്ചിറയിൽ കടകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇത് മൂന്നാമത്തെ ദിവസമാണ്, വൃശ്ചികോത്സവത്തിൻ്റെ മൂന്നാമത്തെ ദിവസമാണ്. ഇന്ന് നോക്കുമ്പോൾ താരതമ്യേന ആൾക്കാരൊക്കെ കുറവാണ്. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ മഴയായിരുന്നു. അപ്പോൾ ഇന്നും മഴ ഉണ്ടാവുക എന്നുള്ളൊരു കണക്കൂട്ടലിലായിരിക്കും. തിരക്കൊക്കെ വളരെ കുറവാണ്. നമ്മൾ നടന്നു പോകുന്ന പാതയുടെ രണ്ട് സൈഡിലായിട്ട് ഒരുപാട് കച്ചവടങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. ഇതൊന്നുമല്ല ഓച്ചിറയുടെ തിരക്ക്. നമുക്ക് നടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ തിരക്ക് വരും. അതൊരു 5, 6, 7 ദിവസങ്ങളിലൊക്കെ ആകുമ്പോഴായിരിക്കും ഇത്രയും തിരക്ക് തുടങ്ങുന്നത്. പിന്നെ ശനിയും ഞായറും ഒക്കെ നല്ല തിരക്കുണ്ടാവും. ഇപ്പോൾ എന്തായാലും നമുക്ക് ഫ്രീ ആയിട്ടൊക്കെ നടന്നു പോകാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ ആലൊക്കെ നല്ല ലൈറ്റൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. സൈഡിലൊക്കെ ഏതെടുത്താലും 20 രൂപയുടെ സ്റ്റാളുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ അത് ഏതെടുത്താലും 5 രൂപ, പിന്നെ അത് 10 രൂപയായി, ഇപ്പോൾ അത് 20 രൂപയായി. ആദ്യമൊക്കെ തങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ ഇത് വേണോ അത് വേണോ എന്നൊക്കെ പറഞ്ഞ് അമ്മയുടെ അടുത്ത് ചട്ടം കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓച്ചിറയിലെ ഈ വൃശ്ചികോത്സവത്തിന് മിക്കവാറുമുള്ള എല്ലാ സാമൂഹിക സംഘടനകളുടെയും ആദ്യ സംഘടനകളുടെയും ഒക്കെ സ്റ്റാളുണ്ടാകുന്ന അവിടെ SNDP കായംകുളത്തിൻ്റെ സ്റ്റാളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് പാനിപ്പൂരി കച്ചവടവും കടലക്കച്ചവടവും ഒക്കെ കാണാം. അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് നമുക്ക് ആരോഗ്യവകുപ്പിൻ്റെ മെഡിക്കൽ ക്യാമ്പ് കാണാം. മേടിക്കാം. അതുകൊണ്ട് ഇവിടെ ദേശാഭിമാനിയുടെ ബുക്ക് സ്റ്റോളും കാണാം. ഒരുപാട് പേര് ഇന്ന് ബുക്കൊക്കെ മേടിക്കുന്നുണ്ട്. കുറച്ചുകൂടെ മുന്നോട്ട് നടന്ന് ചെല്ലുമ്പോൾ പോലീസിൻ്റെ എയ്ഡ് പോസ്റ്റ് കാണാം. അവിടെ അതാണ്ട് കരുനാഗപ്പള്ളിയുടെ MLA PR മഹേഷ് ഇരുന്ന് പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ചകൾ നടത്തുന്നത് കാണാം. ഇപ്പോൾ നമ്മൾ നടന്ന് ഓച്ചിറ ചിറയുടെ സമീപത്താണ് എത്തിയത്. ഇവിടെ ആമ്പലുകളൊക്കെ ഒരുപാട് പൂത്ത് നിൽക്കുന്നത് കാണാം. രാവിലെ ഇതൊരു വളരെ മനോഹരമായ കാഴ്ചയാണ്. കുറേ ആമ്പലുകൾ ഈ ചിറയിൽ പൂത്ത് നിൽക്കുന്നത്. സൈഡിൽ നിന്ന് പിള്ളേർ ആമ്പലൊക്കെ പിച്ചുന്നത് കാണാം. പിന്നെ നമ്മൾ പോയത് കടല കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പുഴുങ്ങിയ കടലയും വെജിറ്റബിൾസും എല്ലാം കൂടെ അവരിത് മിക്സ് ചെയ്ത് തരും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഐസ്ക്രീം ഇല്ല. പിന്നെ നമ്മൾ നടന്നെത്തിയത് ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിലോട്ടാണ്. ഓഡിറ്റോറിയത്തിൽ എപ്പോഴും ഒരു പ്രോഗ്രാംസ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഇവിടെ ഭജന ഇരിക്കുന്നവർക്കൊക്കെ അതൊരു നല്ല ആശ്വാസമാണ്. അവർക്ക് വന്നിരുന്ന് കേൾക്കാനും സമയം പോകാനും ഒക്കെ ഉള്ളൊരു ഉപാധിയാണ് ഓഡിറ്റോറിയത്തിലെ ഈ പ്രോഗ്രാംസ്. കണ്ടില്ലേ, തിരക്കൊക്കെ വളരെ കുറവാണ്. അല്ലെങ്കിൽ ഈ വഴികളൊക്കെ ഭയങ്കര ഫുള്ളായിട്ട് പോകേണ്ട, നല്ല പാക്ഡായിട്ട് പോകേണ്ട സ്ഥലങ്ങളാണ്. പിന്നെ നമ്മളെത്തിയത് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഇടയിൽ ആദിക്ക് ഓളം മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, പുഴുങ്ങിയ ചോളം. അവളതിരുന്ന് കഴിക്കുന്നുണ്ട്. ആൻവി ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് ലാസ്റ്റ് അത് മേടിപ്പിച്ചു. അതിൻ്റെ കൂടെ ആൻവി കഴിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് അമ്മയ്ക്കും ഐസ്ക്രീം വേണം. അങ്ങനെ പാറും ഒരു ഐസ്ക്രീം മേടിച്ച് കഴിച്ചു. പിന്നെ നമ്മളെത്തിയത് കാർണിവൽ നടക്കുന്ന സ്ഥലത്തോട്ടാണ്. അതുകൊണ്ട് ഇവിടെ കൊച്ചു പിള്ളേരുടെ ചെറിയ വണ്ടികളൊക്കെ കാണാം. അതിലൊക്കെ ഇപ്പോൾ പിള്ളേരൊക്കെ വളരെ കുറവാണ്. പിന്നെ നമ്മളിപ്പോൾ നേരെ കാണുന്നതാണ് ഓച്ചിറയുടെ ഗ്ലാമർ ഐറ്റമായ മരണക്കിണർ. കഴിഞ്ഞ പ്രാവശ്യം 4 എൻഫീൽഡുകളും 2 മാരുതി കാറുമാണ് ഒരേ സമയം മരണക്കിണറിൽ കൂടെ ഓടിച്ചത്. ഇപ്രാവശ്യം അവരത് കൂട്ടിയിട്ടുണ്ടോ കുറച്ചിട്ടുണ്ടോ എന്നൊന്നും അറിയത്തില്ല. അതിലും എല്ലാ ആൾക്കാർ വളരെ കുറവാണ്. അവർ മാക്സിമം അനൗൺസ് ചെയ്യുന്നുണ്ട് ആൾക്കാരെ വിളിച്ച് കയറ്റാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിനെല്ലാം ആൾക്കാർ ഈ ഒരു മൂന്നാമത്തെ ദിവസമായതുകൊണ്ട് വളരെ കുറവാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു 5 ദിവസം കഴിയുമ്പോൾ മാത്രമാണ് ആൾക്കാർ കൂടി വരുന്നത്. ഇപ്രാവശ്യം ആദ്യമായിട്ട് ഓച്ചിറയിൽ 2 വള്ളങ്ങൾ വന്നിരിക്കുകയാണ്. 2 വള്ളങ്ങളും 2 തൊട്ടിയാട്ടങ്ങളും ഉണ്ട്. പക്ഷേ ഇപ്പം ആളുടെ കുറവ് കൊണ്ട് ഒരു തൊട്ടിയാട്ടവും ഒരു വള്ളവും മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. അതിൽ തന്നെ കയറാൻ ആൾക്കാർ വളരെ കുറവാണ്. ഇതെല്ലാം കൂടെ ഓടിച്ചു വരുന്ന ഒരു സമയം വരുമ്പോഴത്തേക്ക് നല്ല രസമായിരിക്കും കാണാൻ. ഇപ്പോൾ കണ്ടില്ലേ, ഒരു വള്ളമൊക്കെ അത് നിർത്തിയിട്ടേക്കുവാണ്. അതിൻ്റെ തൊട്ടടുത്ത സൈഡിലായിട്ട് നിങ്ങൾക്ക് തൊട്ടിയാട്ടം കാണാം. അത് നിർത്തിയിട്ടേക്കുവാണ്. അതിൻ്റെ സൈഡിൽ കുട്ടികൾക്ക് കയറിയിരുന്ന് പോകാൻ പറ്റുന്ന കുതിര പോലുള്ള റൈഡുകൾ, അതിലൊന്നും ആളില്ല. ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ചെറിയ ചെറിയ റൈഡുകളിൽ മാത്രമേ ആളുകളുള്ളൂ. വള്ളമൊക്കെ ഉള്ള ആളുകളെ വെച്ച് തന്നെ ഓടിക്കുകയാണ്. സാധാരണ ഇതിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് എന്തോ വലിയ ക്യൂ ആയിരിക്കും. നമ്മൾ എത്ര നേരം ക്യൂ നിന്നാലാണ് ഇതിലൊക്കെ ഒന്ന് കയറാൻ പറ്റുന്നത്. അത്രത്തോളം ആളുകൾ വരും. ഒരു 5, ഞാൻ പറഞ്ഞില്ലേ, 5 ദിവസം 6 ദിവസമൊക്കെ കഴിയണം. ഈ ഡാൻസിങ് കാറുകളൊക്കെ അത്യാവശ്യം പ്രവർത്തിക്കുന്നുണ്ട്. അതിലും കുറച്ചാണ് ആൾക്കാർ, എന്നാലും അതൊക്കെ ഓടുന്നുണ്ട് സംഭവം. അതിയുടെ നിർബന്ധപ്രകാരം ഈ ബോൾ ഉരുട്ടുന്ന ഗെയിമിൻ്റെ അടുത്തോട്ട് വന്നു.
അവൾക്ക് ഉരുട്ടിയേ പറ്റത്തുള്ളൂ. 50 രൂപയാണ് ഈ ബോൾ ഉരുട്ടുന്നതിന്. അതിൽ ഇത്ര പോയിൻ്റ് കൂടുതൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പോയിൻ്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഒരു ഗിഫ്റ്റ് നമുക്ക് കിട്ടും. അതാണ് ഈ ഗെയിം. 2 3 വട്ടം ഉരുട്ടുമ്പോൾ 100 150 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോഴായിരിക്കും 50 രൂപയുടെ ഒരു ഗിഫ്റ്റ് കിട്ടുന്നത്. അത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവത്തില്ല. പിന്നെ പിള്ളേരുടെ ഓരോ ആഗ്രഹങ്ങളല്ലേ. അങ്ങനെ എൻ്റെ 50 രൂപ പോയി കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം കിട്ടി. പിന്നെ ഞങ്ങൾ വന്നത് ഇതായിരുന്നു ആൻവി വന്നിടം തൊട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. അവൾക്ക് ഈ കാലേ കെട്ടുന്ന ഒരു കറുത്ത ഇതുണ്ടല്ലോ, ഒരു പാദസരം പോലത്തെ സാധനം. അവൾ ആഗ്രഹം കൊണ്ട് ഒരു കറുത്ത ചരടായിരുന്നു അത് കെട്ടിക്കൊണ്ട് നടന്നു. ഇവിടെ എന്തായാലും അതിൻ്റെ നല്ല ഡിസൈനുള്ള സാധനം കിട്ടി. അന്മിക്ക് മേടിക്കുന്ന കണ്ടപ്പം അമ്മയ്ക്കും അതൊരാഗ്രഹം. അങ്ങനെ പാറുവും ഒരെണ്ണം മേടിച്ച് കാലിൽ കെട്ടി. അതുകൂടെ മേടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പതിയെ ഓച്ചിറയിൽ നിന്ന് ഇറങ്ങി. ഇവിടെ നമുക്ക് ബജ്ജി കടകളൊക്കെ കാണാം. ഒരു സമയത്ത് ഏറ്റവും വലിയ ഹിറ്റ് സംഭവമായിരുന്നു ബജ്ജി. ഇത്തരത്തിലുള്ള എണ്ണയെന്നറിയാത്തതുകൊണ്ട് അവിടുന്ന് ബജ്ജിയൊന്നും മേടിച്ചില്ല. അത് കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങിയപ്പം അവിടെ കാളയെ കെട്ടി വെച്ചിരിക്കുന്നു. ആദ്യമായിട്ടാണ് വൃശ്ചികോത്സവത്തിന് കാളയെ കെട്ടി വെച്ചിരിക്കുന്നത്. അതും കണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ടാറ്റാ ബൈ ബൈ.